നമുക്കൊരു കേരള സ്റ്റോറി കാണാം. സിനിമ ഇത്തരത്തിൽ സംഘപരിവാർ ഇറക്കിയ ഒരു കേരള സ്റ്റോറി അല്ല, മറിച്ച റിയൽ കേരള സ്റ്റോറി എന്താണെന്ന് നമുക്ക് നോക്കി വരാം. കാസർഗോഡ് നിന്നുമാണ് കേരള സ്റ്റോറി പുറത്തു വരുന്നത്. തെയ്യം കെട്ട് ഉത്സവത്തിന്റെ ഭാഗമായി ദേവസ്ഥാന മുറ്റത്ത് ഇഫ്താർ വിരുന്നൊരുക്കി. കാഞ്ഞങ്ങാട് മാണിക്കോത്ത് കട്ടിയിൽ തറവാട്ടിലാണ് മാനവ സ്നേഹം ഉയർത്തിപ്പിടിച്ച ഇഫ്താർ ഒരുക്കിയത്. റിപ്പോർട്ട് കാണാം. കാഞ്ഞങ്ങാട് മാണിക്കൊത്ത് കട്ടിയിൽ തറവാട് സ്ത്രീകൾ വ്യത്യസ്തമായ പലഹാരങ്ങൾ ഒരുക്കി. ദേവസ്ഥാനം ഉത്സവ കമ്മിറ്റി അംഗങ്ങളുടെ നേതൃത്വത്തിൽ പഴങ്ങൾ മുറിച്ച് തയ്യാറാക്കി. മേശയിൽ രുചിയൂറും വിഭവങ്ങൾ നിരത്തി. ഭേദചിന്തകളില്ലാതെ മനുഷ്യർ തറവാട് മുറ്റത്ത് തോളോട് തോൾ ചേർന്നിരുന്നു. മഗ്രിബ് നമസ്കാര സമയമറിയിച്ച് തൊട്ടടുത്ത മസ്ജിദിൽ നിന്ന് ബാങ്ക് വിളിയുയർന്നതോടെ ഒരു പകൽ നീണ്ട വ്രതം അവസാനിപ്പിച്ച് വിശ്വാസികൾ നോമ്പ് തുറന്നു. തറവാട്ടിൽ വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവത്തിന്റെ ഭാഗമായാണ് ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചത്. സംഘടിപ്പിക്കാൻ ചോദിച്ചാൽ ഞങ്ങൾ ഉത്സവത്തിൻ്റെ ഭാഗമായി 8, 9, 10 ദിനങ്ങൾ വൻ ഉത്സവം നടക്കുന്നു. മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നാട്ടിലെ എല്ലാവരും കൂടി നെൽകൃഷി നടത്തി. അത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. അതോടൊപ്പം തന്നെ പച്ചക്കറിയും കൃഷി നടത്തി. ബാക്കി അതോടൊപ്പം തന്നെ ഇത് വിവിധ സമുദായങ്ങൾ നമ്മളെല്ലാവരും കാര്യത്തിൽ അവർ സഹായിക്കുന്നുണ്ട്. നമ്മൾ ഈ നോമ്പ് കാലത്ത് നമുക്ക് ഒരു അങ്ങനെ നോമ്പ് കാലത്ത് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണം എന്നുള്ള ഭാഗമായിട്ട് നമ്മൾ ഇതര സമുദായത്തിനും വിളിക്കുന്നുണ്ട് ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ എല്ലാ സഹോദരങ്ങളും ഞങ്ങളെ വന്നിച്ച് വളരെയധികം വിജയിപ്പിച്ചു. വിവിധ ജമാഅത്തുകളിൽ നിന്നും അമ്പല കമ്മിറ്റികളിൽ നിന്നുമായി നിരവധി പേർ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തു. മാണിക്കോത്ത് കട്ടിലവളപ്പ് തറവാട്ടിൽ വയനാട്ടുകുലവൻ ദൈവംകെട്ട് മഹോത്സവം നടക്കുന്നത് വളരെയേറെ വർഷങ്ങൾക്ക് ശേഷമാണ്. തീർച്ചയായും അതിനോടനുബന്ധിച്ച് നടത്തിയിട്ടുള്ള ഇഫ്താർ സംഗമം നമ്മുടെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ ഒരു മാതൃകയായിരുന്നു. മറ്റ് സാധാരണ ഈ വിശുദ്ധ റമദാനിൽ ഒരുപാട് ഇഫ്താർ സംഗമങ്ങളും കൂട്ടായ്മകളും നാട്ടിലുടനീളം സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു മാണിക്കോത്ത് കട്ടിയിലുറപ്പ് തറവാട്ടിൽ നടത്തിയിട്ടുള്ള ഇഫ്താർ സംഗമം. മതമൈത്രിയുടെ സന്ദേശം ഉയർത്തിപ്പിടിച്ച് നടന്ന നോമ്പുതുറയിൽ ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമെല്ലാം ഒരുമിച്ചു. കേരളം മതസൗഹാർദ്ദത്തിന്റെ സംഗമ ഭൂമിയാണ്. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. കേരളത്തിന് പുറത്ത് സംഘപരിവാർ ബോധപൂർവം കേരളത്തെ അപമാനിക്കുന്നതിന് വേണ്ടി പല സ്റ്റോറികളും പ്രചരിപ്പിക്കുന്നുണ്ട്. എന്നാൽ കേരളത്തിൻ്റെ റിയൽ സ്റ്റോറി ഇതായി മാണിക്കോത്ത് കട്ടിവളപ്പ് തറവാട്ടിൽ നടത്തിയിട്ടുള്ള ഇഫ്താർ സംഗമം പോലെ മഹോത്സവങ്ങൾക്കിടയിലും മുസ്ലിം സഹോദരങ്ങളെയും അന്യമതപ്പെട്ടിട്ടുള്ള സഹോദരങ്ങളെയെല്ലാം തന്നെ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നു വരികയാണ്. അതുമാത്രമല്ല, ചരിത്രപരമായി തന്നെ അമ്പലങ്ങളും പള്ളികളും ചർച്ചുകളെല്ലാം തമ്മിലുള്ള ബന്ധം ഈ നാടിനകത്തുണ്ട്. പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിൽ മടിക്കൈ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മാപ്പിള തെയ്യങ്ങളുടെ നാടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതാണ് കേരളത്തിൻ്റെ റിയൽ സ്റ്റോറി. സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ തെറ്റിദ്ധാരണ പരത്തുന്ന പ്രചാരണങ്ങളുമായി ഇറങ്ങുന്നവർ കണ്ണു തുറന്ന് കാണേണ്ട മതസൗഹാർദ്ദത്തിന്റെ കാഴ്ചകളിലൊന്നു മാത്രമാണിത്. കൈകോർത്ത് ചേർന്ന് നിന്ന ഈ മനുഷ്യർ പറയുകയാണ്, ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി. കൈരളി ന്യൂസ്, കാസർഗോഡ്.